ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിൻ്റേതാകണം നയപ്രഖ്യാപനം. രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ എന്ന ഗവർണർ ആ ഭരണഘടനാ സത്തയാണ് ഉയർത്തിപ്പിടിച്ചത്. ഒരു വരി പോലും വിട്ടുകളയുകയോ സംശയത്തിന്റെ ഒരു കണിക പോലും ഉയർത്തുകയോ ചെയ്തില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ കടന്നു വന്നതുമില്ല. ഗവർണറുടെ രാഷ്ട്രീയ നിലപാടും അപ്രസക്തം തന്നെയായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുടെ അവസാന 3 നയപ്രഖ്യാപന പ്രസംഗങ്ങൾ സംഭവ ബഹുലങ്ങളായിരുന്നു. അതിനു മുൻപുള്ള പ്രസംഗങ്ങളാകട്ടെ വായിക്കും മുൻപ് വാർത്താ സമ്മേളനം നടത്തി വിയോജിപ്പറിയിച്ചവയുമായിരുന്നു. നിവർത്തികേട് കൊണ്ട് വായിക്കുന്നു എന്ന് വരുത്തി തീർക്കാനായിരുന്നു ആ കടമ നിർവഹിക്കൽ. ഇനിയുള്ള കാലത്ത് എന്താകുമെന്നോർത്ത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ഇപ്പോൾ കൈയടിച്ച് സ്വീകരിക്കാൻ മടിക്കേണ്ടതില്ല. കഴിഞ്ഞ കാലത്ത് തികഞ്ഞ RSSകാരനായിരുന്നു എന്ന പേരിലുള്ള രാഷ്ട്രീയ വിയോജിപ്പ് ഗവർണർ എന്ന ഭരണഘടനാ പദവിയോട് കാണിക്കേണ്ടതുമില്ല. രാജേന്ദ്ര ആർലേക്കർ ഇപ്പോൾ കാണിച്ചത് ജനാധിപത്യത്തോടുള്ള അങ്ങേയറ്റത്തെ ആദരവ് തന്നെയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. ഗവർണർ അംഗീകരിച്ചു, ഇനി കേന്ദ്രം കനിയുമോ? ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഈ ഒറ്റ വരി ശ്രദ്ധിക്കാം. കേന്ദ്ര വിഹിതം കുറയുന്നത് മൂലവും റവന്യൂ കമ്മി നികത്താനുള്ള ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചതുകൊണ്ടും GST നഷ്ടപരിഹാരം നിർത്തിയതുകൊണ്ടും സാമ്പത്തിക ഞെരുക്കത്തിലാണ് കേരളം. കേരളം എങ്ങനെയാണ് പ്രതിസന്ധിയിലായത് എന്ന് സംസ്ഥാനം എഴുതി നൽകുകയാണ്. അതിൽ 3 കാരണങ്ങളാണ്. കേന്ദ്ര വിഹിതം കുറഞ്ഞു, റവന്യൂ കമ്മി നികത്താനുള്ള ഗ്രാന്റ് കേന്ദ്രം വെട്ടിക്കുറച്ചു, കൂടാതെ GST നഷ്ടപരിഹാരവും കേന്ദ്രം നിർത്തി. ഈ 3നും ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ്. ആ പ്രശ്നം സംസ്ഥാനം ഉയർത്തിക്കാണിച്ചത് ഗവർണർ വായിക്കുന്നത് ശ്രദ്ധിക്കാം. ഒരു ഭാവ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു ശബ്ദ വ്യത്യാസമോ ഒന്നുമില്ലാതെ അതുവരെ തുടർന്ന അതേ രീതിയിൽ ആ വരിയും വായിച്ചു അദ്ദേഹം. Kerala has been facing stress on government finances because of the tapering of revenue deficit grants and cessation of GST compensation. In a detailed memorandum presented to the 16th Finance Commission, which had visited the state in December 2024 and held discussion with my government, the problems faced by the state have been highlighted. 16ാം ധനകാര്യ കമ്മീഷന് മുന്നിൽ ഈ സ്ഥിതി കേരളം അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല തീരുമാനത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് സംസ്ഥാനം എഴുതി നൽകിയതും. അതും ഗവർണർ വായിച്ചു. ഈ നയപ്രഖ്യാപനം മറ്റൊരു തരത്തിലും ചരിത്രമാണ്. കേന്ദ്ര സഹായം കിട്ടാത്തത് പറഞ്ഞു എന്നതിനപ്പുറം മറ്റ് രാഷ്ട്രീയമൊന്നും അതിലുണ്ടായിരുന്നില്ല. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിൽ കേന്ദ്രം കൈകടത്തുന്നു എന്നൊക്കെ ശക്തമായി പറഞ്ഞ പ്രസംഗമാണ് ആരിഫ് മുഹമ്മദ് ഖാന് വായിക്കാൻ 3 തവണയും നൽകിയത്. അതിലൊക്കെ വിയോജിപ്പറിയിക്കുകയോ അല്ലെങ്കിൽ വായിക്കാതെ വിടുകയോ ആയിരുന്നു. എന്നാൽ നയരേഖ എന്ന നിലയിൽ കാര്യമാത്ര പ്രസക്തവും സമ്പൂർണവുമായിരുന്നു ഇത്തവണത്തെ പ്രസംഗം. ഇനി എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. അതിദാരിദ്ര്യം ഇല്ലാതാക്കൽ, എല്ലാവർക്കും വീടും സ്ഥലവും, പുതിയ റോഡുകൾ, പാലങ്ങൾ, ക്ഷേമ പദ്ധതികൾ കൂടുതൽ പൗരന്മാരിലേക്ക്, വിദ്യാഭ്യാസ, ആരോഗ്യ, മാലിന്യ സംസ്കരണ മേഖലയിൽ ആസ്തി വികസനം. ഇതൊക്കെയാണ് സർക്കാരിന്റെ 5 പരിപാടി. ആദ്യ പദ്ധതി നടപ്പാക്കിയേ മതിയാവുകയുള്ളൂ. ഇപ്പോഴും 3 നേരം ശരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അതിദരിദ്രർ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ 60,000-ത്തിലധികം പേർക്കുള്ള പദ്ധതികൾ ഏതു സർക്കാരാണെങ്കിലും പൂർത്തിയാക്കണം. എല്ലാവർക്കും വീടും സ്ഥലവും എന്ന 2ാമത്തെ പദ്ധതിയും ഒഴിച്ചുകൂടാനാകാത്തതാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ചെയ്തു വന്നതിന്റെ തുടർച്ച അക്കാര്യത്തിലുണ്ടാകും. ഇത് രണ്ടും മാറ്റി നിർത്തിയാൽ പിന്നീടുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുമോ എന്നതാണ് ചോദ്യം. പുതിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്ന ഒറ്റ വരിയിൽ റോഡുകളും പാലങ്ങളും മാത്രമല്ല ഉൾക്കൊള്ളുന്നത്. സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികളുണ്ട്, കൊച്ചി കോയമ്പത്തൂർ വേഗപാതയുണ്ട്, ശബരി റെയിൽ, മലയോര തീര ഹൈവേകൾ, ഇങ്ങനെ പോകുന്നു ആ പദ്ധതികൾ. ഇവയൊക്കെ നടപ്പാക്കണമെങ്കിൽ വേണ്ടത് പണമാണ്. അതിന് കനിയേണ്ടത് കേന്ദ്രമാണ്. പിന്നെയുള്ളത് ഈ സാമൂഹിക ക്ഷേമ പദ്ധതികൾ വിപുലീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ ക്ഷേമ പെൻഷനൊക്കെ നൽകുന്നത് ഏറെ വൈതരണികൾ താണ്ടിയാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ, ആരോഗ്യ, മാലിന്യ സംസ്കരണ മേഖലയിലെ നിക്ഷേപങ്ങൾ വേറെയുമുണ്ട്. കിഫ്ബി വഴിയുള്ള ധനസഹായം ഏതാണ്ട് അവസാനിച്ചതോടെ സ്മാർട്ട് ക്ലാസ് മുറികളുടെ നിർമ്മാണം നിലച്ചു. ആശുപത്രികളിൽ പുതിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വാർഡുകളോ വരുന്നതും മുൻപ് അനുവാദം കിട്ടിയവ മാത്രമാണ്. 6-7 പതിറ്റാണ്ട് ശ്രമിച്ചിട്ടും നമ്മുടെ മാലിന്യ സംസ്കരണവും പലയിടത്തും സങ്കീർണമായി തന്നെ തുടരുന്നുണ്ട്. ഇവയ്ക്കൊക്കെ വലിയ തോതിൽ പണം കണ്ടെത്തണം.
സഹസ്ര കോടികളാണ് ആവശ്യമായി വരിക. ഇതൊക്കെ കേന്ദ്രം നൽകിയില്ല എന്നുറപ്പാണെങ്കിൽ കഴിഞ്ഞ ബജറ്റിനു ശേഷം ധനമന്ത്രി പറഞ്ഞ ഒരു വാചകമുണ്ട്, പ്ലാൻ ബി നടപ്പാക്കും എന്നത്. ആ പ്ലാൻ ബാലഗോപാൽ എന്താണെന്ന് ഫെബ്രുവരി 7-ന് സംസ്ഥാന ബജറ്റിൽ വ്യക്തമാക്കും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും ഇതേ സമയം.